അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫൈസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സർവാദരണീയരായ ശ്രോതാക്കളെ, ജാമിയ സഅദിയ അറബിയ ഇന്ത്യൻ സെൻറ്റർ ദുബൈ സംഘടിപ്പിക്കുന്ന ഇമാറാത്തിലെ ജുമാ ഖുത്ബ തർജമയിലാണ് നാം ഉള്ളത്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടെ പരിശുദ്ധ റമദാനിൻ്റെ പടിവാതിൽക്കലാണ് നാം എത്തി നിൽക്കുന്നത്. വളരെ അവസരോചിതമായ വിഷയമാണ് നമ്മോട് ഖുത്ബയിൽ സംവദിക്കുന്നത്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. അള്ളാഹുവിനോടുള്ള മനസ്സറിഞ്ഞ തേട്ടം പഠിച്ചവനെ അതുല്യമായ അവർണ്ണനീയമായ അനുഗ്രഹങ്ങളുടെ പ്രതീസയായ വിശുദ്ധ റമദാൻ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ, അത് എത്തുന്നതിന് മുമ്പ് ഞങ്ങളെ നീ മരിപ്പിക്കരുത്. റമദാൻ ഞങ്ങൾക്ക് ആരോഗ്യത്തോടുകൂടെയും ഇഖ്ലാസോടുകൂടെയും ഞങ്ങൾക്ക് എത്തിച്ചു തരണമെന്ന മനസ്സിൻ്റെ തേട്ടമാണ് ഖുത്ബയുടെ പരാമർശ വിഷയം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം. ഓ വിശ്വാസി ലോകമേ, നിങ്ങൾക്ക് പരിശുദ്ധ റമദാനിൻ്റെ വ്രതം, നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും അല്ലാഹു വ്രതം നിർബന്ധമാക്കിയിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് നിങ്ങൾ ഭയഭക്തിയുള്ളവരിൽ പെടാൻ വേണ്ടി. പരിശുദ്ധമായ റമദാൻ ഭയഭക്തിയുള്ള ഭക്തരായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള വിളനിലമാണ് റമദാൻ. അല്ലാഹു റമദാൻ കഴിയുമ്പോൾ നല്ല തഖ്വയുള്ള മനസ്സുള്ള മോമിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ മന്ദമാരുതൻ അന്തരീക്ഷത്തിൽ അടിച്ചു വീശി സുഗന്ധം പരത്തി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആകാശങ്ങളിൽ നിന്ന് അല്ലാഹുവിൻ്റെ സൈന്യങ്ങൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ. നന്മ ഉദ്ദേശിക്കുന്നവനെ നന്മ ചെയ്യാൻ മുന്നോട്ട് വരിക. ഇത്ര നല്ലൊരവസരം ഇനി നിനക്ക് ജീവിതത്തിൽ കിട്ടാനില്ല. മുഅ്മിനീങ്ങൾക്ക് ഒരുങ്ങാൻ, റമദാനിന് വേണ്ടി തയ്യാറെടുക്കാൻ ആകാശ ലോകത്തിൽ നിന്ന് പ്രത്യേക അനൗൺസ്മെൻറ്റ് പുറപ്പെടുവിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സാരിയു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങളെ റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടി വരിക. അല്ലാഹു നമുക്ക് തെറ്റുകൾ പുറത്തു തന്നാൽ നാം സംശുദ്ധരായി, പരിശുദ്ധരായി, സ്വർഗത്തിൻ്റെ അവകാശികളായി, ആ ഒരു മഗ്ഫിറത്ത് അല്ലാഹു അടിമകൾക്ക് വാഗ്ദാനം ചെയ്യുന്ന നല്ല അവസരങ്ങളാണ് വിശുദ്ധ റമദാനിൻ്റെ ധന്യനിമിഷങ്ങൾ. കാരണം റമദാൻ ഷഹ്റുൽ മഗ്ഫിറ, അടിമകൾക്കുള്ള ദോഷം പുറത്തു കൊടുക്കാൻ അല്ലാഹു കനിഞ്ഞരുളിയ മാസമാണ് വിശുദ്ധ റമദാൻ. ആ റമദാനിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് വിശ്വാസികളുടെ ഹൃദയം എപ്പോഴും ആശിച്ചു കൊണ്ടേ ഇരിക്കുന്നു. തന്നെയുമല്ല, റമദാൻ പള്ളികൾ ആരാധന ചെയ്യുന്ന മുഅ്മിനുകളെ കൊണ്ട് സജീവമായിരിക്കും. ആകാശ ഗംഗയിലുള്ള അല്ലാഹുവിൻ്റെ മലക്കുകൾ നിസ്കരിക്കുന്നവരുടെ മേൽ, അതേപോലെ ഭയഭക്തിയുള്ള അല്ലാഹുവിനനുസരിക്കുന്ന അടിമകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവരാശീർവദിക്കുകയും ചെയ്യുന്ന റമദാനിൻ്റെ നിമിഷങ്ങൾ. അല്ലാഹുവിൻ്റെ ഹബീബായ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഖൈറാത്ത്, പഠിച്ചവനെ നിന്നോട് എല്ലാ ഖൈറുകളും എല്ലാ നന്മകളും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. എത്രമാത്രം നന്മ ചെയ്യാൻ പറ്റിയ മറ്റൊരവസരം വിശ്വാസിക്ക് വേറെ ഇല്ലല്ലോ. ഓ ശഹ്റു തറാവീഹി വൽ ഖിയാം, പരിശുദ്ധ റമളാൻ അനേകം സുജൂദുകൾ അള്ളാഹുവിന് ചെയ്യാൻ അടിമക്ക് അവസരം ലഭിക്കുന്ന തറാവീഹിൻ്റെയും ഒരുപാട് സുജൂദുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രാത്രി തഹജ്ജുദ് അടക്കമുള്ള വിത്തറടക്കമുള്ള നിസ്കാരങ്ങളുടെയും മാസമാണ്. ധാരാളം പരിശുദ്ധ ഖുർആൻ ഓതാനും അള്ളാഹുവിനെ അനുസ്മരിക്കാനും ദിക്റും തസ്ബീഹും ചെല്ലാനും ഒക്കെ പറ്റിയ നിമിഷങ്ങളാണ് വിശുദ്ധ റമളാനിൻ്റേത്. അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ദുആയിൽ കാണാം, അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വശുക്രിക, പഠിച്ചവനെ നിന്നെ ഓർക്കാനും നിന്നെ സ്മരിക്കാനും നിനക്ക് നന്ദി ചെയ്യാനും ഞങ്ങളെ നീ സഹായിക്കണം. നിൻ്റെ ആരാധനകൾ മെച്ചപ്പെടുത്താൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ആ ദുആ നല്ലവണ്ണം അള്ളാഹുവിനോട് ആവർത്തിച്ച് ദുആ ചെയ്ത് പരിശുദ്ധ റമളാൻ ഒരുപാട് നന്മകൾ, ഒരുപാട് ശുക്റുകൾ, ഒരുപാട് ദിക്റുകൾ, ഒരുപാട് ആരാധനകളെ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ റമളാൻ വിശ്വാസി ലോകം അവരുടെ കൈകൾ ഉയർത്തി ഭയഭക്തിയോടുകൂടെയും ദുആ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന മാസമാണ്. എത്രയെത്ര ഖുനൂത്തുകളാണ് സുബഹി നിസ്കാരങ്ങളിലും അതേപോലെ വിത്തറുകളിലും വിശ്വാസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അർത്ഥവത്തായ, മനസ്സിൽ നിന്ന് റബ്ബിനോട് ചോദിക്കേണ്ട, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും നിസ്കാരങ്ങളിൽ ഖുനൂത്തുകളിൽ അള്ളാഹുവിനോട് അടിമക്ക് ഉയർത്തി യാചിക്കുകയാണ്. തന്നെയുമല്ല, പരിശുദ്ധ റമളാനിലെ ദുആകൾ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വാതിലിന് മുന്നിൽ ആര് യാചിച്ചു കൊണ്ടുപോയാലും ചോദിച്ചു കൊണ്ടുപോയാലും അള്ളാഹു യജമാനായ റബ്ബ് അവൻ്റെ വാതിലിന് മുന്നിൽ നിന്ന് ഒരാളെയും തട്ടിമാറ്റി അകറ്റുകയില്ല. അവർക്ക് ചോദിച്ചതെല്ലാം റബ്ബ് കൊടുക്കും. അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി ഉത്തഖാ ഫീ കുല്ലി യൗമിൻ വലൈല, പരിശുദ്ധ റമളാനിൻ്റെ ഓരോ രാവുകളിലും ഓരോ പകലുകളിലും അള്ളാഹു അവൻ്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ലിക്കുല്ലി ആബിദിൻ മിൻഹും ദഅവത്തു മുസ്തജാബ, ഓരോ അടിമകൾക്കും അള്ളാഹു തആല ഉത്തരം ചെയ്യുന്നൊരു ദുആ അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ റമളാനിൽ. അതുകൊണ്ട് ദുആ ചെയ്യാനും നന്മകൾ ചെയ്യാനും മുന്നോട്ട് വരിക. പരിശുദ്ധ റമളാൻ സാധാരണ മാസങ്ങളെപ്പോലെയല്ല, അമലുകൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുന്ന മാസമാണ് റമളാൻ. അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, കുല്ലു അമൽ ഇബ്നി ആദം യുളഅഫ്, ഓരോ മനുഷ്യൻ ചെയ്യുന്ന ഓരോ നന്മയും അത് ഇരട്ടിയായി അല്ലാഹു പ്രതിഫലം കൊടുക്കും. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു നന്മക്ക് ഒരു ഹസനത്തല്ല, ഒരു കൂലിയല്ല, ഒരു ഹസനത്ത് 10 കൂലിയാണ്. ഒരു നന്മ ചെയ്താൽ ചുരുങ്ങിയത് 10 കൂലി അള്ളാഹു ഒരു അടിമക്ക് കൊടുക്കും. ഇലാ സബീമിയത്തി ലീഫൻ, 700-ലധികം കൂലി, ഇരട്ടി കൂലി അള്ളാഹു കൊടുക്കാൻ നിശ്ചയിച്ച മാസമാണ് റമളാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ല സൗം, പക്ഷേ നോമ്പ് അങ്ങനെയല്ല. ഫഇന്നഹു ലീ, നോമ്പ് എൻ്റെ അടിമ, ഞാനും എൻ്റെ അടിമയുമായുള്ള രഹസ്യ ആരാധനയാണ്. അവൻ തിന്നോ കുടിച്ചോ പട്ടിണി കിടന്നോ എന്ന് ഒരു മഖ്ലൂഖിനും അറിയില്ല, എനിക്ക് മാത്രമേ അറിയൂ. അവൻ്റെ അന്നപാനീയങ്ങളുടെ ഒഴിവാക്കലും അവൻ്റെ വ്രതവും അവൻ്റെ നോമ്പും എനിക്ക് മാത്രമേ അറിയൂ. ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ബന്ധമാണ് നോമ്പ്. അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ പ്രതിഫലം 10-700 അല്ല, അതിൻ്റെ പ്രതിഫലം അന അജ്സി ബിഹി, അത് കണക്കില്ലാതെ ഞാൻ കൊടുത്തോളും. അത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ബന്ധമാണ്. എത്രമാത്രം പവിത്രമായ ഒരു ആരാധനയാണ് പരിശുദ്ധമായ നോമ്പ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമളാനിൻ്റെ മഹത്വങ്ങൾ എത്ര പറഞ്ഞാലും നമുക്ക് തീർക്കാൻ കഴിയില്ല. എത്രയെത്ര നമ്മുടെ കൂട്ടുകാർ, കുടുംബങ്ങൾ
മാതാപിതാക്കൾ പലരും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു. നമുക്ക് മുമ്പേ അവർ മരിച്ചുപോയി. ആ പോയവർ, അവർക്ക് ഇനി വരുന്ന റമദാൻ കിട്ടാനില്ലല്ലോ. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി വഫാത്തായി. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ കുറച്ച് കഴിഞ്ഞ്, ഒരു കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും മരിച്ചു. അപ്പോൾ ജനങ്ങളൊക്കെ വിചാരിച്ചു, പഠിച്ചവനെ ഈ 2 കൂട്ടുകാർ, അതിലാദ്യം മരിച്ച ആൾ നല്ല ഒരുപാട് അമലുകൾ ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന ആളാണ്. അയാൾ വിജയിച്ചു പോയല്ലോ, അയാൾ വലിയ ഉന്നതിയിലെത്തിയല്ലോ. രണ്ടാമത്തെ ആൾക്ക് അത്രയൊന്നും ആരാധനകൾ ചെയ്യാൻ, നന്മകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് സഹാബികൾ വിചാരിച്ചപ്പോൾ അവരുടെ മനസ്സ് വായിച്ച അള്ളാഹുവിൻ്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയും അവരുടെ ധാരണകൾ തിരുത്താൻ വേണ്ടിയും റസൂലുള്ളാഹി പരിശുദ്ധ റമദാനിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അലൈസ ഖദ് മക്കസ ഹാദാ ബഅദഹു സന. രണ്ടാമത്തെ കൂട്ടുകാരൻ ഒരു കൊല്ലം വരെ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ ലോകത്ത് ജീവിച്ചില്ലേ? ഖാലു, അവർ സഹാബികൾ പറഞ്ഞു, ജീവിച്ചു നബിയെ, ബല, പക്ഷേ മുമ്പ് മരിച്ച ആളല്ലേ ഇദ്ദേഹത്തെക്കാളും കൂടുതൽ നന്മകൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അദ്റക റമദാൻ ഫസാമ. രണ്ടാമത്തെ കൂട്ടുകാരന് കുറേ കഴിഞ്ഞ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് റമദാൻ കിട്ടിയില്ലേ? ആ റമദാനിൽ അദ്ദേഹം നോമ്പ് അനുഷ്ഠിച്ചില്ലേ? സഹാബികൾ പറഞ്ഞാ അത് ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഫമാ ബൈനഹുമാ ബഅദു മിമ്മാ ബൈനസ് സമാഇ വൽ അർള്. എന്നാൽ എൻ്റെ സഹാബത്തെ ആദ്യം മരിച്ച ആളും രണ്ടാമത് മരിച്ച ആളും ആകാശഭൂമിയുടെ അത്രയും വിദൂരത അവരുടെ ഇടയിലുണ്ട് നന്മയിൽ. കാരണം രണ്ടാമത്തെ ആൾക്ക് റമദാൻ കിട്ടിയില്ല, റമദാനിൽ നോമ്പനുഷ്ഠിക്കാനും കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയൊരു മനുഷ്യൻ്റെ മഹത്വം, റമദാനിൽ ജീവിക്കുക, അള്ളാഹുവിന് നോമ്പടക്കമുള്ള ആരാധനകൾ ചെയ്യാൻ ഭാഗ്യമുണ്ടാവുക. അതിനേക്കാളും വലിയൊരു ഭാഗ്യം, അതിനേക്കാളും വലിയൊരു പദവി, അതിനേക്കാളും വലിയൊരു കൂലി മറ്റൊന്നിനുമില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ മഹത്വം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാനുള്ളത്, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. ഈ കയ്യും കണക്കുമില്ലാത്ത വിജയങ്ങളും കൂലികളും സ്ഥാനമാനങ്ങളും പ്രദാനം ചെയ്യുന്ന പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണം റബ്ബേ. ഫീഹി തുഫ്തഹു അബ്വാബുൽ ജിനാൻ. പരിശുദ്ധ റമദാനിൽ സ്വർഗങ്ങളുടെ വാതിലുകൾ മലർക്കെ തുറന്നു കിടക്കപ്പെടും. അല്ലാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ ജാ റമദാനു ഫുത്തിഹത് അബ്വാബുൽ ജന്ന. റമദാൻ വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഉബാദിറു ഇലാ മസാജിദിക്കും, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ വീടുകളിലേക്ക്, അള്ളാഹുവിൻ്റെ പള്ളികളിലേക്ക് നിങ്ങൾ ഉളരിപ്പോകണം, നിങ്ങൾ ധൃതി പിടിച്ച് പോകണം, എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കണം. വഖ്ശൗ ബൈന ഐദി റബ്ബിക്കും ബൈന യദൈ റബ്ബിക്കും. നിങ്ങൾ റബ്ബിന് മുന്നിൽ നിങ്ങൾ താഴ്മ കാണിച്ച് നിങ്ങൾ അമലുകൾ ചെയ്യണം. വഖൂമു മഅ ഇമാമിക്കും, നിങ്ങൾ ഇമാമോടുകൂടെ തന്നെ നിസ്കരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഹത്താ യഫ്റുഗ മിനസ് സ്വലാഹ്, മുഴുവൻ നിസ്കാരവും തക്ബീർ മുതൽ സലാം വിട്ടുന്നത് വരെ നിങ്ങൾ ഇമാമിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പരിപൂർണമായ ജമാഅത്തിൽ നിങ്ങൾ സംബന്ധിക്കണം. കാരണം ഇന്നഹു മൻ ഖാമ മഅൽ ഇമാമി, ആരെങ്കിലും ഇമാമോടുകൂടെ നിസ്കരിക്കുകയാണെങ്കിൽ ഹത്താ യൻസരിഫ, ആ ഇമാമ് നിസ്കാരം വിരമിക്കുന്നവരെ ഇമാമോടുകൂടെ നിസ്കരിക്കുകയാണെങ്കിൽ അഥവാ ഫുള്ള് ജമാഅത്ത് ഒരാൾക്ക് കിട്ടിയാൽ കുത്തിബ ലഹു ഖിയാമു ലൈല, ഒരു രാത്രി മുഴുവനും അള്ളാഹുവിന് നിസ്കരിച്ച പ്രതിഫലം അവന് രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അള്ളാഹുവിന് അനുസരിക്കാനും 2 ലോകത്തെ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാനും വലിയ പദവിയിലേക്ക് എത്താനും ഈമാനോടുകൂടി മരിക്കാനും ഒക്കെ അള്ളാഹു നൽകുന്ന ഓഫറുകളാണ് വിശുദ്ധ റമദാൻ്റെ നിമിഷങ്ങൾ. അതുകൊണ്ട് അയ്യുൽ മുഷ്താഖൂൻ ലി ഷഹ്രി റമദാൻ,
റമദാനിനെ ആഗ്രഹിക്കുന്ന, ആശിക്കുന്ന, റമദാനെ പ്രണയിക്കുന്ന, റമദാനെ ഇഷ്ക് വെക്കുന്ന മൂമിനുകളെ, ഖാമ ഹബീബുക്കും നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഹബീബ്, നിങ്ങളുടെ നബി ഒരു ദിവസം മിമ്പറിൽ കയറി റസൂലുള്ളാഹി തങ്ങൾ 3 പ്രാവശ്യം ആമീൻ 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 എന്ന് പറഞ്ഞു. അപ്പം ജനങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. റസൂലുള്ളാഹി തങ്ങളിലേക്ക് അവർ ശ്രദ്ധ തിരിച്ചു. എന്നിട്ട് നബി തങ്ങളോട് അവർ ചോദിച്ചു, നബിയെ 3 പ്രാവശ്യം നിങ്ങൾ ആമീൻ എന്ന് പറഞ്ഞല്ലോ നബിയെ, എന്താണ് അതിൻ്റെ രഹസ്യം? അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബികളെ, ഖാലലി ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. ഞാൻ മിമ്പറിൽ കയറിയപ്പോൾ റഗൈമാം ഫഅബ്ദിൻ, ഒരു അടിമയുടെ നഷ്ടമേ, അദറക അബവൈ ഔ അഹദുഹുമ, അവൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കളെ അവനക്ക് ലഭിച്ചു, അല്ലെങ്കിൽ ഒരാളെ അവൻ ലഭിച്ചു. ലം യുദ്ഖിലുൽ ജന്ന, ആ മാതാവ് അല്ലെങ്കിൽ മാതാപിതാക്കൾ കാരണമായി അവന് സ്വർഗത്തിൽ കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെ നോക്കേണ്ടതുപോലെ നോക്കാൻ, അവരെ പരിചരിക്കേണ്ടതുപോലെ പരിചരിക്കാൻ, ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാൻ കഴിയാതെ അവൻ നഷ്ടത്തിലായാൽ അവനെതിരെ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു. അപ്പം ഞാൻ ആമീൻ പറഞ്ഞതാണ് സഹാബികളെ. രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തു, ആർക്കെങ്കിലും റമദാൻ മാസത്തിൽ ജീവിക്കാൻ കഴിയുകയും ആ റമദാന് കൊണ്ട് അവനൊന്നും നേടാൻ പറ്റിയില്ല, ദോഷം പൊറുപ്പിക്കാൻ പറ്റിയില്ല, ഒന്നും അവന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവനെതിരെയും ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ ഞാൻ രണ്ടാമത് ആമീൻ പറഞ്ഞതാണ് സ്വഹാബികളെ. മൂന്നാമത് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തത്, എൻ്റെ പേര് ഒരാൾ കേൾക്കുന്ന രീതിയിൽ പറയുകയും കേട്ട ആൾ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അവനും നഷ്ടം, അവനെതിരെയും ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ അതിനും ഞാൻ ആമീൻ പറഞ്ഞതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ഈ 3 ആമീനിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം, പരിശുദ്ധ റമദാൻ ഒരാൾക്ക് ലഭിക്കുകയും അതിലവന് ഒരു മാറ്റം വരുത്താൻ കഴിയുകയും ചെയ്തിട്ടില്ല എങ്കിൽ അവന് നഷ്ടം, പരാജയം, ഇതൊക്കെയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ദുആയിലുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിച്ച കണ്ണിയാൽ ഒടുങ്ങാത്ത പരിശുദ്ധ റമദാനിൻ്റെ പുരുഷകൾ, സ്ഥാനമാനങ്ങൾ, കണക്കില്ലാത്ത മഹത്വങ്ങൾ, അതൊക്കെ ഉൾക്കൊണ്ട് റമദാനിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. കാരണം റമദാൻ അള്ളാഹുവിൻ്റെ കലാം, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. നബിതങ്ങൾക്ക് അള്ളാഹു ഏറ്റവും വലിയ മുഅ്ജിസത്തായി കൊടുത്ത പരിശുദ്ധ ഖുർആൻ അതിറങ്ങിയ മാസമാണ്. അതുകൊണ്ട് തന്നെ റമദാൻ്റെ ഓരോ നിമിഷങ്ങളിലും ഖുർആനിൻ്റെ, അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ബർക്കത്തുകൾ കളിയാടിക്കൊണ്ടിരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിൻ്റെ ബർക്കത്ത് കളിയാടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റമദാൻ, ആ റമദാൻ അതിൻ്റെ ഹിലാൽ മാനത്ത് പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. അതോടുകൂടെ തന്നെ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ യുംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം. ഹിലാൽ ദർശിക്കുമ്പോൾ, മാനത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട ദുആ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. പഠിച്ചവനെ, ഈ പരിശുദ്ധ മാസത്തിൻ്റെ ഉദയം ഞങ്ങൾക്ക് യുംന്, ഈമാൻ, സത്യം, അതേപോലെ തന്നെ വിശ്വാസം, സലാമത്ത്, രക്ഷ, ഇസ്ലാം, ഇതുകൊണ്ട് ഞങ്ങൾക്ക് നീ ഈ മാസം സജീവമാക്കി തരണമെന്ന ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായ ദുആ നാം ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ മാസത്തെ ഹിലാൽ കാണുമ്പോഴും, പ്രത്യേകിച്ചും പരിശുദ്ധ റമദാനിൻ്റെ ഹിലാൽ. കാരണം എല്ലാ മാസങ്ങളുടെയും നേതാവാണ് വിശുദ്ധ റമദാൻ. ആ നേതാവായ റമദാൻ 12 മാസത്തെയും പുണ്യങ്ങൾ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുന്ന മാസമാണ്. ഒരു മനുഷ്യന്, ഒരു അടിമക്ക് അള്ളാഹു ജീവിതത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ നഫഹാത്ത്, ഏറ്റവും വലിയ അവസരം, ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ അള്ളാഹു അത് അനുഭവിക്കാൻ, അതിലൂടെ വിജയിക്കാൻ, അതിലൂടെ റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കി മുത്തഖീങ്ങളിൽപ്പെടാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, മശായിഖ്, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, സ്നേഹജനങ്ങൾ, ജാമിയ സഅദിയെ പോലുള്ള ഇസ്ലാമിക യൂണിവേഴ്സിറ്റികൾ, അതിന് നേതൃത്വം നൽകുന്നവർ, പ്രവർത്തിക്കുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, അവിടെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ,
പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബങ്ങൾ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ നാട് അതേപോലെ എല്ലാ നാടുകളിലും അള്ളാഹു ശാന്തിയും സമാധാനവും ബറക്കത്തും നിഅമത്തും ഐശ്വര്യവും എല്ലാവിധ നിർഭയത്വവും ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.